ഹായ്, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് കൊച്ചി ലേ മെറിഡിയനിൽ ഒരു ദിവസം താമസിക്കുക എന്നുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആ ആഗ്രഹം അങ്ങനെ നീണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അത് സാധിക്കാൻ ഞങ്ങളെ സഹായിച്ചത് യൂണി ഹോളിഡേയ്സ് ആണ്. സ്റ്റേ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെ അടിപൊളി സ്റ്റേ, അതും 50% ഓഫർ ചെയ്തു തന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ആഗ്രഹം സാധിച്ചത്. താങ്ക്സ് യൂണി ഹോളിഡേയ്സ് ആൻഡ് മിസ്റ്റർ ബന്ന. അങ്ങനെ 3 മണിക്കാണ് ചെക്ക് ഇൻ. മാളുവിനോട് മറ്റൊരു ചെറിയ റിസോർട്ടാണെന്ന് കള്ളം പറഞ്ഞാണ് കൊണ്ടുപോയത്. ലേമടിയം കണ്ടപ്പോൾ മാളു ശരിക്കും വണ്ടറടിച്ച് നിന്നു. അതുപോലെ അവിടെ നമുക്ക് കിട്ടിയതാകട്ടെ രാജകീയ വരവേൽപ്പും. റൂമിലെത്തിയപ്പോൾ റൂമൊക്കെ അടിപൊളിയാണ്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് ലോക്കറുണ്ട്, അയൺ ബോക്സ്, അത് അയൺ ചെയ്യാനുള്ള ടേബിള്, ഹെയർ ഡ്രയർ, അതുപോലെ ബ്രഷ്, പേസ്റ്റ്, ഷേവിംഗ് സെറ്റ്, ഈവൻ ബഡ്സ് വരെ നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് നേരം റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നിനു ആണെങ്കിൽ കിട്ടിയ അവസരത്തിൽ ബാത്ത് ടബൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നിനൂസിന് പനി ആയതുകൊണ്ട് പൂളിൽ ഇറങ്ങാൻ സാധിച്ചില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. പകരം ചെറിയ പാർക്കുണ്ട്, അവിടെ ചാടി തിമിർത്തു. ഇൻഡോർ ഗെയിം ഒക്കെ കളിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കളിക്കാൻ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ കളിച്ചു. നടക്കാനും കാണാനും കുറേയുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകൾ ഇവിടെയുണ്ട്. കുറേ ഫോട്ടോകൾ എടുത്തു. ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് അവിടുത്തെ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു ഞങ്ങൾക്ക്. ഒരുപാട് വിഭവങ്ങൾ, ഏതൊക്കെയാണ് അതിൻ്റെ പേരെന്ന് വെച്ചാൽ പോലും അറിയാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളായിരുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അതുപോലെ വെസ്റ്റേൺ, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസുകളുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പറയുന്ന ഫുഡുകൾ ലൈവായിട്ട് ഉണ്ടാക്കി തരും. അങ്ങനെ അതൊക്കെ അടിച്ചു പൊളിച്ച് ഒരു ഒരു ഡേ ലേമഡിനിൽ അടിച്ചു പൊളിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ 12 മണിക്കാണ് ചെക്ക് ഔട്ട്. അങ്ങനെ ഞങ്ങൾ ലേമഡിനോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് യാത്രയായി.